നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് കാര്യങ്ങളുണ്ട്. ഒരുപാട് അണ്ടർ റേറ്റഡ് എന്ന് വെച്ചാൽ നമ്മുടെ സീനിയേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് അണ്ടർ റേറ്റഡ് ആക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യങ് സ്റ്റാർസിൻ്റെ കൂട്ടത്തിലുണ്ട്. യങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ മലയാളത്തിലെ യങ് സ്റ്റാർസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല രീതിക്ക് തന്നെ അഭിനയിക്കുന്ന, അതുപോലെ തന്നെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായി വളരെ നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ടും വേണ്ടത്ര അപ്രിസിയേഷനോ അല്ലെങ്കിൽ റെക്കഗ്നേഷനോ ഒന്നും കിട്ടാത്ത ഒരു നെപ്പോക്കിട്ടുണ്ട് നമ്മുടെ സ്റ്റാർസിൻ്റെ കൂട്ടത്തിൽ. അതായത് നമ്മുടെ ഷെയ്ൻ നിഗം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഷെയ്ൻ നിഗം ഇത്ര അണ്ടർ റേറ്റഡ് ആയി പോയെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ആളൊരു നെപ്പോക്കിഡ് ആണെന്നുള്ള കാര്യം. അതായത് ആൾ നമ്മുടെ കലാഭവൻ അബിയുടെ മകനാണ്. ഇവന്തോ ആളൊരു നെപ്പോക്കിഡ് ആണെങ്കിൽ പോലും ഞാനിതുവരെ അങ്ങനെ ആരും ആളെ ഒരു നെപ്പോക്കിഡ് എന്ന രീതി വിളിച്ച് കളിയാക്കുന്നൊന്നും കണ്ടിട്ടില്ല. ആൾ അത്യാവശ്യം നല്ലോണം അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കണം അത്. അപ്പോൾ നമ്മുടെ ഷെയ്ൻ നിഗം ആളുടെ കരിയർ ശരിക്കും തുടങ്ങുന്നതെന്ന് പറഞ്ഞ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. അതായത് 2010 ഇറങ്ങിയ നമ്മുടെ താന്തോന്നി, അതുപോലെ തന്നെ അൻവറിലൊക്കെ ആൾ ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ എന്ന് വെച്ചാൽ ചൈൽഡ് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ആളൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നെങ്കിൽ പോലും പിന്നീട് ഒരുപാട് നാൾക്ക് ശേഷമാണ് ആൾ ഇപ്പം കാണുന്ന പോലെ ലീഡ് റോൾസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ ലീഡ് റോൾസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആൾ അത്യാവശ്യം ഓരോ സിനിമകളിലൊക്കെ ക്യാരക്ടർ റോൾസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ നീലകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമിയിലുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ അന്നേ റസൂല്, അതുപോലെ കമ്മട്ടിപ്പാടത്തിലൊക്കെ ആളുടെ ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആൾ കിസ്മത്ത് എന്ന് പറയുന്ന സിനിമയിലാണ് ഒരു ലീഡ് റോളായിട്ട് വരുന്നത്. അതായത് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ കുറേ പടങ്ങൾ ചെയ്തു. നമ്മുടെ സൈറ ബാനു അതിലാൾ മെയിനാണ്. അതുപോലെ പറവയിലെ ആളുടെ ക്യാരക്ടർ ആൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അടിപൊളിയായിട്ട് തന്നെ ആളെല്ലാ പടത്തിലും അഭിനയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് വരുന്നത്. എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി നൈറ്റ്സിലാണ് ആൾക്ക് അത്യാവശ്യം കുറച്ചെങ്കിലൊക്കെ ഒരു അപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആളുടെ അഭിനയത്തിനെന്ന്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇഷ്ക് വരുന്നത്. ഇഷ്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൽ എത്ര അടിപൊളിയായിട്ടാണ് ആ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോഴത്തേന് ഷെയ്ൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഷെയ്ൻ ചെയ്തേക്കുന്ന പടങ്ങളിൽ. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇഷ്ക്. ഇത് കഴിഞ്ഞിട്ട് ഓള്, അതുപോലെ ഒരു വലിയ പെരുന്നാളെന്നൊക്കെ പറഞ്ഞ് 2 പടം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഏതാണെന്ന് പോലും അറിയത്തില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് കാണാത്ത പടത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷെയ്ൻ്റെ തന്നെ കരിയർ ബെസ്റ്റ് എന്നൊക്കെ തന്നെ പറയാം. അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ഉറപ്പായിട്ട് നമ്മുടെ മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ പടം തന്നെയാണ് നമ്മുടെ ഭൂതകാലം. ഈ ഒരു പടം ഡയറക്റ്റ് OTT-ലാണ് റിലീസായത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടമൊക്കെ തിയേറ്ററിൽ ഇറങ്ങേണ്ട ഒരു പടമായിരുന്നു. ഈ പടത്തിലെ ഷെയ്ൻ്റെ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആളുടെ ഒരു കരിയർ ബെസ്റ്റ് സംഭവമാണ്. ബട്ട് ഈ പടത്തിന് വേണ്ടത്ര അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കിട്ടേണ്ട അപ്രിസിയേഷൻ എന്തായാലും ഈ പടത്തിന് കിട്ടിയിട്ടില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഈ പടം കണ്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ബട്ട് അത്യാവശ്യം കണ്ടേക്കുന്ന എല്ലാവരും നിന്ന് തന്നെ അത്യാവശ്യം നല്ല പോസിറ്റീവാണ് പടത്തിന് വന്നത്. ആൻഡ് മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. വൺ ഓഫ് ദി ബെസ്റ്റ് ഹൊറർ പടം ഇൻ മോളിവുഡ്. അതായത് നമ്മുടെ മോളിവുഡിൽ കാണുന്ന പ്രേതപ്പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യക്ഷിയാണ് വെള്ള സാരിയൊക്കെ എടുത്ത് വന്ന് നിൽക്കുക. അതിരുന്ന് ഇപ്പോൾ വരുന്നതൊന്നും കണ്ടാൽ പേടി പോലും തോന്നത്തില്ല. പക്ഷേ ഈ പടത്തിൽ പേടിക്കാനുള്ള സാധനമുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. ഇതിൽ കാണുന്ന പ്രേതമൊന്നും നമ്മുടെ നോർമൽ കൈൻഡ് ഓഫ് സാധനമൊന്നും അല്ല. നമ്മൾ സാധാരണ കണ്ട് പഴകി വെച്ചേക്കുന്ന സാധനമൊന്നുമല്ല. കാണാത്തവരുണ്ട് ഉറപ്പായിട്ടും കണ്ടു നോക്കുക. കിഡിലൻ പടമാണ്. ഷെയ്ൻ്റെ കരിയറിൽ കുറേ ഇതുപോലത്തെ അണ്ടർ റേറ്റഡ് പടംസ് ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല പടമാണ്. പക്ഷേ പടമൊന്നും മിക്കത് ഹിറ്റ് ആവാത്തത്, അല്ലെങ്കിൽ വളരെ സക്സസ് ആവാത്ത, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണാത്ത കൈൻഡ് ഓഫ് കുറേ സാധനങ്ങൾ. ആളുടെ കരിയറിൽ വന്നേക്കുന്ന കുറച്ച് അങ്ങനത്തെ ഉള്ള സാധനം നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ഭൂതകാലം ഉറപ്പായിട്ടും പറയണം. ഭൂതകാലം പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിപ്പോൾ അവിടെ ലാസ്റ്റ് വന്നിട്ടുണ്ട് 2023 അവിടെ 2 പടമുണ്ട്. അത്യാവശ്യം നല്ല പടങ്ങളാണ്. പക്ഷേ ആൾക്കാരൊന്നും ഒരുപാട് കാണാത്ത, അതായത് നമ്മുടെ കൊറോണ പേപ്പേഴ്സും വേല എന്ന് പറയുന്ന പടം, ഇത് രണ്ടും അത്യാവശ്യം നല്ല പടമാണ്. കാണാത്തവരുണ്ടെ കണ്ടു നോക്കാം. ഇതേ സെയിം ഇയർ തന്നെയാണ് RDX ഇറങ്ങിയത്. RDX ഇറങ്ങിയിട്ട് ആ ഒരു വലിയ ബോക്സ് ഓഫീസ് സക്സസ് ഒക്കെ കഴിഞ്ഞിട്ട് അത് ഓൾമോസ്റ്റ് 100 കോടി അടിച്ച പടമാണത്. പടം ഒരു മൾട്ടി സ്റ്റാർ പടമാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അതിൽ ഷെയ്ൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടി ഒരു മെയിൻ ക്യാരക്ടർ പോലെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു പടത്തിൽ ആളുടെ ആക്ഷനൊക്കെ വേറെ ലെവലായിട്ട് തന്നെ ആൾ ചെയ്തേക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആൾ അണ്ടർ റേറ്റഡ് ആണെന്നുള്ള മെയിൻ ഒരു കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. ആൾ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും, ആക്ഷൻ ചെയ്യും, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളാണ്. അതുപോലെ നല്ലോണം അഭിനയിക്കും. ഇതെല്ലാം ആൾ ചെയ്യും. പക്ഷേ ആൾക്ക് വേണ്ടത്ര ഒരു അപ്രിസിയേഷനോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവരിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ബൾട്ടി എന്ന് പറയുന്ന പടം, ആ പടം ഞാൻ കണ്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാവരും ആക്ഷൻ സീൻസിനെയൊക്കെ വളരെയധികം പൊക്കി പറയുന്നുണ്ട്. അതുപോലെ ഷെയ്ൻ അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഈ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടത്. നമ്മുടെ കോക്കണ്ണൻ്റെ ഒക്കെ റിവ്യൂലൊക്കെ ആൾ പറയുന്നതൊക്കെ കേൾക്കണം. ഷെയ്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു സിനിമയിൽ പോലും മോശമായിട്ട് അഭിനയിച്ച അപൂർവ നടന്മാർ എങ്ങനെ ഉണ്ടാവും. ചില നടന്മാർ സിനിമ മോശമാകുമ്പോൾ അവരുടെ അഭിനയം മോശമാകും. എത്ര മോശം സിനിമയാണെങ്കിലും പരാജയപ്പെട്ട സിനിമയാണെങ്കിലും ഷെയ്ൻ ഓൾവേസ് ആ കൺസിസ്റ്റൻസി പുള്ളിക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കോക്കണ്ണം പറഞ്ഞത് ശരിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ആൾ ഇതുവരെ ചെയ്തിരിക്കുന്ന പടങ്ങളിലൊന്നും ആളത്ര മോശമായിട്ട് അഭിനയിച്ചിട്ടില്ല. ശരിക്കും വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളത്. അതായത് ഇപ്പം സിനിമ മോശമായാലും നല്ല രീതിക്ക് അഭിനയിക്കുന്നത്. ഷെയ്ൻ നിഗം എന്ന് പറയുന്ന നടൻ ഇതിൽ ഒരാളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ആൾ ചെയ്ത സിനിമകളെക്കുറിച്ചും ആളുടെ അഭിനയത്തെക്കുറിച്ചും ഒക്കെയാണ് മെയിൻലി പറഞ്ഞത്. ഇത്ര നല്ലൊരു ആക്ടറായിട്ടും ആൾക്ക് വേണ്ടത്ര അപ്രിസിയേഷൻ ഒന്നും കിട്ടുന്നില്ലെന്നുള്ള കാര്യം സത്യമാണ്. അതിന് വേറെ കുറേ റീസൺസ് ഒക്കെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അതായത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ കോൺട്രവേഴ്സീസ്
കാര്യങ്ങളൊക്കെ. നമ്മൾ ഓൾറെഡി കുറെ ട്രോൾസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആൾ ഇന്റർവ്യൂസിൽ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളൊക്കെ. അതുകൂടാതെയാണ് ആളുടെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ RDX എന്ന സിനിമയെക്കുറിച്ച് കുറെ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. സിനിമയെക്കുറിച്ച് നല്ല സിനിമയിൽ നമ്മുടെ ഷെയ്ൻ്റെ ക്യാരക്ടർ ആൾ പറയുന്ന പോലെ വേണം, അങ്ങനെയൊക്കെ ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ. അതുകൂടാതെ നമ്മുടെ ശാന്തി വിളയണ്ണനൊക്കെ ഓരോ സാധനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ഇവൻ ജന്മകാലത്ത് പിന്നെ ഒരു സിനിമ കിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഒരു പടം വന്നിട്ടില്ലേ, വലിയ വരുന്നാൾ 7 നിലയിൽ പൊട്ടി 14 കോടി രൂപയാണ് ചിലവ്. അഴുക്കച്ചെറുക്കൻ, തന്തയേക്കാൾ മോശം. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ ദിലീപ് അടക്കം ഒരുപാട് മിമിക്രിക്കാരെ രക്ഷപ്പെടാത്തത്. ഭയങ്കര കുഴപ്പമായിരുന്നു. അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ നടന്നിരുന്നത്. പുള്ളിയൊക്കെ പറയുന്ന ആളുടെ അച്ഛൻ ഇതുപോലായിരുന്നു, അതുകൊണ്ട് ആളും ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് മറ്റേത് മാടാണെന്നൊക്കെയാണ്. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും പോരാതെ വേറൊരു കോൺട്രവേഴ്സി കൊണ്ടിട്ടാണ് നമ്മൾ ഉണ്ണിമുകുന്ദൻ്റെ സംഭവം. പലർക്കും അറിയാമായിരിക്കും, നമ്മുടെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഇന്റർവ്യൂവിൽ വെച്ചിട്ടാണ് നമ്മുടെ മഹിമയുടെ ഉണ്ണിമുകുന്ദൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ആളിങ്ങനെ ഒരു ചെറിയ തമാശ പോലെ പറഞ്ഞാണ്. പക്ഷെ അത് വേറൊരു കോൺട്രവേഴ്സി പോലെ പോയി. അത് കഴിഞ്ഞ് പിന്നീട് ആൾ വന്നിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു നടനാണെങ്കിൽ പോലും ആൾക്കാർക്ക് ആളോട് വലിയ അത്ര താല്പര്യം കാണില്ല. ആൾക്കാർക്ക് വലിയ ഇഷ്ടം കാണില്ല ആളോട്. അതുകൊണ്ടൊക്കെ തന്നെ ആളുടെ സിനിമകൾ വേണ്ടത്ര രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്താത്തത്. ഈവൻ OTT ഒക്കെ റിലീസായിട്ട് പോലും അത്ര ആൾക്കാരൊന്നും കാണാത്തത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പായിട്ടും നമ്മളുടെ സിനിമ സെറ്റിലെ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം. അതായത് നമ്മൾ ഒരുപാട് ടാലന്റഡ് ആണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ നല്ല രീതിക്ക് തന്നെ ആൾക്കാരോട് പെരുമാറണം. അങ്ങനെ ഒരു സംഭവം കൊണ്ട് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഒരു തവണ പറയുന്നത് ഞാൻ കേട്ടായിരുന്നത്, അഭിനയിക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കണമെന്നുള്ള കാര്യം. ഷൈനികത്തിന്റെ കാര്യത്തിൽ ഇതൊരു മെയിൻ റീസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, ഓൾറെഡി ആളുടെ ബിഹേവിയറിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മുടെ ഒരു പ്രശ്നങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ നമ്മുടെ പ്രൊഡ്യൂസർ കാര്യങ്ങളൊക്കെ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് ആൾ ഈസി ടു വർക്ക് വിത്ത് അല്ലെന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് പൊതുവെ ആൾക്കാർ ആളെ ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കണം ആൾ പൊതുവെ ഇൻഡസ്ട്രിയിൽ കുറച്ച് പുറകോട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആൾ അണ്ടർറേറ്റഡ് എന്ന് പറയുന്നത് ആസ് ആൻ ആക്ടറാണ്, ഒരിക്കലും ആളുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല നമ്മൾ മെയിൻലി പറയുന്നത്. പുറത്ത് ആൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരിക്കലും ആൾ മോശം നടനാവുന്നില്ല. നല്ല രീതിക്ക് അഭിനയിക്കുന്ന ആളാണ് ഉറപ്പോഴും ഒരു നല്ല നടൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആൾ ശരിക്കും അണ്ടർറേറ്റഡ് തന്നെയാണ്. ഒരിക്കലും പുറത്തെ ആളുടെ ഒരു പേഴ്സണലി ഉള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് മിക്സ് ആക്കാതെ നോക്കിക്കഴിഞ്ഞാൽ ആൾ നല്ലൊരു നടനാണ്. അതായത് നമ്മളിപ്പോൾ 30 വയസ്സിന് താഴോട്ടുള്ള ആൾക്കാരെ നോക്കുവാണെങ്കിൽ ഷെയ്ൻ്റെ അത്രയും ടാലൻ്റ് ആയിട്ടുള്ള ആരും ഇല്ലെന്ന് മാത്രമല്ല, ഈവൻ ആളെപ്പോലെ അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആരും ഇല്ലെന്ന് തന്നെ പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല, ആൾ പേഴ്സണലി കുറച്ചൊക്കെ നല്ലോണം ആരുവാണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കൊരു സ്റ്റാർ ആവാനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണെന്നുള്ള കാര്യം എല്ലാവർക്കും ആർക്കും ഒരു ഡൗട്ട് ഇല്ലാത്ത കാര്യമാണത്. ഭാവിയിൽ ആൾ നല്ല രീതിയിൽ വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.